കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനുമാണ് ഏറ്റവും കൂടുതലായി കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് മേഖലകളിൽ പ്രത്യേകിച്ച് 900-ലേറെ ഗ്രാമപഞ്ചായത്തുകളുള്ള കേരളത്തിൽ കഴിഞ്ഞ തവണ 500-ലേറെ ഗ്രാമപഞ്ചായത്തുകളാണ് ഇടത് സഖ്യം അധികാരത്തിലേക്ക് വന്നത്. എന്നാൽ ഇക്കുറി കൂടുതൽ കേന്ദ്രീകരിക്കുന്നത് UDFിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കേന്ദ്രീകരിക്കുന്നത് കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും ജില്ലാ പഞ്ചായത്തുകളുമാണ്. ഇതിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രതീക്ഷയുള്ള ജില്ലാ പഞ്ചായത്തുകൾ അതിനേക്കാൾ ഉപരിയായി അവർ സ്വാധീനം കൃത്യമായി ചെലുത്താനും അവർ ആധിപത്യം ഉറപ്പിക്കാനും ശ്രമിക്കുന്ന മറ്റൊരു ജില്ലാ പഞ്ചായത്ത് കണ്ണൂർ ജില്ലാ പഞ്ചായത്താണ്. എക്കാലത്തും ഇടതുപക്ഷത്തിനോടൊപ്പം CPIMനോടൊപ്പം ഉറച്ചു നിൽക്കുന്ന കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ നമുക്കറിയാം PP ദിവ്യ നടത്തിയ ക്രൂരമായ രീതികൾ. നവീൻ ബാബു എന്ന സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ ഇത്രയധികം വ്യക്തിഹത്യ ചെയ്യുകയും അദ്ദേഹത്തിനെ ദൃശ്യമാധ്യമങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹത്തിനെ തൊലിയുരിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിനെതിരെ തെറ്റായ ആരോപണങ്ങൾ നിരത്തി PP ദിവ്യ നടത്തിയ ചീഫ് ഷൈനിങ്ങിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് നിരവധിയായ മനപ്രയാസം ഉണ്ടായി. പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണം ആത്മഹത്യ എന്ന രീതിയിലും അതല്ല ദുരൂഹതയുണ്ട് എന്ന രീതിയിലും പല രീതിയിൽ ആ വിഷയം മുന്നോട്ട് പോകുന്നെങ്കിലും അതൊക്കെ മാധ്യമങ്ങൾ ഇപ്പോൾ ചർച്ച പോലും ചെയ്യുന്നില്ല. ഒന്ന് ആലോചിക്കണം, PP ദിവ്യയുടെ വിഷയം വന്നപ്പോൾ അന്ന് ജില്ലാ കളക്ടറായിരുന്ന അരുൺ C വിജയൻ ഏതെല്ലാം രീതിയിൽ ദിവ്യയെയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തെയും സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ട കാര്യമാണ്. ജില്ലാ കളക്ടറെ തിരിച്ചും ഇടത് മാധ്യമങ്ങൾ പ്രത്യേകിച്ചും CPIMന്റെ മാർക്സിസ്റ്റ് ലോബി സംരക്ഷിക്കാൻ ശ്രമിച്ചു. ആ വ്യക്തിയെ സ്ഥലം മാറ്റുന്ന ഉൾപ്പെടെ ആ ജില്ലയ്ക്ക് ഗുണകരമല്ല എന്ന് CPIയും അതുപോലെ തന്നെ മറ്റ് സംഘടനകളും തുറന്നടിച്ചുകൊണ്ട് കളക്ടറേറ്റിൽ ഉപരോധം ഉൾപ്പെടെ നടത്തിയിട്ടും അരുൺ C വിജയനെ അവിടെ തന്നെ തുടരാൻ അനുവദിച്ചു എന്നുള്ളതാണ്. ഇവിടെയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റായിരുന്ന PP ദിവ്യക്കെതിരെയും അതുപോലെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ അനധികൃതമായ അഴിമതികൾ, പ്രത്യേകിച്ചും പെട്രോൾ പമ്പ് ലൈസൻസ് മാത്രമല്ല നിരവധിയായ വിഷയങ്ങളിൽ അവർ നടത്തുന്ന അഴിമതികൾ ഓരോന്നായി പൊളിച്ചടുക്കിക്കൊണ്ട് കോൺഗ്രസ് ധീരതയോടെ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കണ്ണൂർ ലോബി വളരെയധികം ശോചനീയ അവസ്ഥയിലാണ്. അവർ തന്നെ അവതരിപ്പിച്ച ജില്ലാ കമ്മിറ്റിയുടെ പ്രമേയത്തിൽ പറയുന്നത് CPIMന്റെ വോട്ടുകൾ വലിയ തോതിൽ ചോരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിലാണ് കണ്ണൂർ ലോക്സഭാ സീറ്റിലും അതുപോലെ തന്നെ വടകര എന്ന് പറയുമ്പോൾ അതിനകത്ത് തലശ്ശേരി ഒക്കെ ഉൾപ്പെടുന്ന സെഗ്മെന്റാണ്. അതുപോലെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ പയ്യന്നൂരും കല്യാശ്ശേരിയും ഒക്കെ ഉൾപ്പെടുന്നു. ഇവിടെയൊക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ 1,00,000-ന് മേൽ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വിജയവും കണ്ണൂരിൽ K സുധാകരൻ്റെ വിജയവും അതുപോലെ തന്നെ വടകരയിൽ ഷാഫി പറമ്പിലിൻ്റെ വിജയവും പത്തരമാറ്റ് തിളക്കമുണ്ടായിരുന്ന വിജയമാണ്. CPIMനെ വ്യാകുലപ്പെടുത്തുന്ന സംഭവ വികാസങ്ങളാണിത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കോൺഗ്രസ് തിരികെ പിടിച്ച് മാതൃകാപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുമെന്ന് തന്നെയാണ് K സുധാകരനും സണ്ണി ജോസഫും എല്ലാം പറയുന്നത്.